ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. കീമിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഫസ്റ്റ് പാർട്ട് കാണുക, എന്നിട്ട് സെക്കൻഡ് പാർട്ട് വന്ന് കാണുക. നമ്മുടെ ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നമ്മൾ കീമിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയ്ക്കകത്ത് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്, അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസുകൾ എന്തൊക്കെയാണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നോർമലി തയ്യാറാക്കുന്നത് താഴെ പറയുന്ന ഇനി ഞാൻ പറയാൻ പോകുന്ന രീതിയിലാണ്. അതായത് കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ലഭിച്ച നോർമലൈസ് സ്കോറിന് ഒരു 50% വെയിറ്റേജും, +2 തലത്തിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കിന് നോർമലൈസേഷൻ നടപടിക്രമങ്ങൾ വഴി ക്രമീകരിച്ച ശേഷം അതിനൊരു 50% വെയിറ്റേജും നൽകും. അതായത് 50:50 വെയിറ്റേജുകൾ കൊടുത്തിട്ടാണ്, സംയോജിപ്പിച്ചുകൊണ്ടാണ് അന്തിമമായിട്ട് ഒരു കീമിൻ്റെ നമുക്ക് റാങ്കിങ് പ്രിപ്പറേഷൻസ് മെയിൻലി നടത്തുന്നത്. ഒരു ആർക്കിടെക്ചറൽ കോഴ്സാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇവയാണ് കമ്പൽസറി ആയിട്ടുള്ള സബ്ജക്ട്സുകൾ. അതിന് ഒരു 50% എഗ്രിഗേറ്റ് മാർക്കുമാണ് വേണ്ടത്. ഇനി ഇവിടെ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ ക്വാളിഫൈ ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു NETയുടെ എക്സാമും +2ൻ്റെ മാർക്കും കൂടി മെർജ് ചെയ്തിട്ടാണ് കേരളത്തിലുള്ള ഒരു ആർക്കിടെക്ചർ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ്, ഏതൊക്കെ കോഴ്സസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കീമിൻ്റെ റാങ്കിങ് സ്കീം ത്രൂ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കീം പ്രവേശന പരീക്ഷ, കീം നൽകുന്ന കോഴ്സുകൾ, BTech പ്രോഗ്രാമുകൾ നമുക്ക് എല്ലാ കോളേജസുകളിലേക്കും, ഗവൺമെൻറ് കോളേജ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, സെൽഫ് ഫിനാൻസ് കോളേജുകൾക്കെല്ലാം നമുക്ക് അഡ്മിഷൻസ് എഞ്ചിനീയറിങ്ങിന് കീം വഴിയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ BPharm കോഴ്സുകൾക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കീമിൻ്റെ കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് പ്രക്രിയ വഴി BArch കോഴ്സുകൾ, അതുപോലെ തന്നെ MBBS, BDS, BMS, അതുപോലെ തന്നെ BSMS, BHMS, BUMS ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കെല്ലാം CAP സിസ്റ്റം വഴിയാണ് കീമിൻ്റെ നമുക്ക് അലോട്ട്മെൻറ്റ്സ് എല്ലാം കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് അഗ്രികൾച്ചറൽ, ഫോറസ്ട്രിക്കൽ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, കാലാവസ്ഥ വ്യതിയാന, പരിസ്ഥിതി ശാസ്ത്രം, അതുപോലെ തന്നെ BTech ബയോടെക്നോളജി, അതുപോലെ BSc ഓണേഴ്സ് അഗ്രി, അതുപോലെ BSc ഓണേഴ്സ് ഫോറസ്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കോഴ്സുകൾക്ക്, അതുപോലെ നമുക്ക് മെയിനായിട്ട് വരുന്ന BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കോളേജസുകളിലെ, അതുപോലെ BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി, ഇത്രയും കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് പ്രവേശനസ് കിട്ടും. അതുപോലെ തന്നെ വെറ്റിനറി കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ BVSc, അതുപോലെ AHS ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കും, അതുപോലെ ഫിഷറീസ് കോഴ്സുകൾ BFS കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് കീമിൻ്റെ സ്കോറിംഗ് സിസ്റ്റം വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാം ഫീ എന്ന് പറയുന്നത് കീമിൻ്റെ BPharmൻ്റെയും എഞ്ചിനീയറിങ്ങിനും 875 രൂപയാണ് വരിക. അതുപോലെ ആർക്കിടെക്ചർ മാത്രമാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് അനുബന്ധ കോഴ്സുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ എഴുതുവാണെങ്കിൽ 625 ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കോഴ്സുകൾക്കും നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ 1125. SC വിഭാഗത്തിന് കുറഞ്ഞ ഫീസ് എഞ്ചിനീയറിംഗ്, BPharm മാത്രം, അല്ലെങ്കിൽ അത് രണ്ടും ആണെങ്കിൽ 375 രൂപ. ഇനി ആർക്കിടെക്ചർ, മെഡിക്കൽ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ 2 പേപ്പറും ആണെങ്കിൽ 250 രൂപ. എല്ലാ കോഴ്സുകളാണെങ്കിൽ 500 രൂപയാണ് SC വിഭാഗത്തിന് വരുന്നത്. ST വിഭാഗത്തിന് നമുക്ക് ഫീസ് ഒന്നും തന്നെ ഇല്ല, അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കീമിൻ്റെ സ്കോർ വഴി 175 എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോളേജുകളാണ് നമുക്ക് അഡ്മിഷൻസ് നമുക്ക് മെയിൻലി കിട്ടുന്നത്. അതുപോലെ തന്നെ 53 മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ കോളേജുകളാണ് കീം സ്കോർ സ്വീകരിക്കുന്ന കോളേജുകൾ. 15 BHMS കോളേജുകൾ കീമിൻ്റെ സ്കോർ സ്വീകരിച്ചിട്ടാണ് അഡ്മിഷൻസ് നടത്തുന്നത്. അതുപോലെ 17 BMS കോളേജുകളും നമുക്ക് കീമിൻ്റെ സ്കോർ വെച്ചിട്ടാണ് നോക്കുന്നത്. അതുപോലെ 2 BSMS, BUMS കോളേജുകളും നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. ഒരു ആയുർവേദ, സിദ്ധ, യുനാനി കോളേജാണ് കീമിൻ്റെ സ്കോർ വെച്ച് എടുക്കുന്നത്, അഡ്മിഷൻസ് എടുക്കുന്നത്. പിന്നെ 57 BPharm കോളേജുകളും നമുക്ക് കേരളത്തിൽ അവൈലബിലിറ്റി ഉണ്ട്. 10 അഗ്രികൾച്ചറൽ കോളേജുകളും 7 വെറ്റിനറി കോളേജുകളാണ് നമുക്ക് കീം റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻസിന് മെയിൻലി എടുക്കുന്നത്. അതുപോലെ തന്നെ 2 ഫിഷറീസ് ആൻഡ് ഓഷ്യൻ കോളേജസുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്.
കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. നമ്മുടെ മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കീമിൻ്റെ ആപ്ലിക്കേഷൻ ടൈമിലാണെങ്കിലും ഇൻസൈറ്റ് 360 ആപ്പ് വഴി സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് പാർട്ട് 3 നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ, അതായത് കീമിൻ്റെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ട് പലരുടെയും ആപ്ലിക്കേഷൻസ് പല കുട്ടികളുടെയും റിജക്ഷൻസ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസൈറ്റ് 360 ആപ്പ് മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏതൊരു എക്സാംസ് ആയിക്കോട്ടെ, സ്കോളർഷിപ്സ് ആയിക്കോട്ടെ, സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻസൈറ്റ് 360 ആപ്പ് വഴി ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാവുന്നതാണ്.